ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞങ്ങൾ കഴിഞ്ഞ മാസം നടത്തിയ ഒരു മൈസൂർ ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. 2 ദിവസം കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതൊരു ഉപകാരമായിട്ടുള്ള വീഡിയോ ആയിരിക്കുമെന്ന് കരുതുന്നു. പോണ്ടിച്ചേരിയിൽ നിന്ന് രാത്രി യാത്രയായിരുന്നു. രാവിലെയാണ് മൈസൂർ എത്തിയത്. മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ PC റെൻ്റൽ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, 2 വീലർ ഷോപ്പ്. അവിടെ നിന്ന് ഒരു 2 വീലർ റെൻറ്റിന് എടുത്തായിരുന്നു. വരുന്നതിന് മുന്നേ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന് ശേഷമാണ് വന്നത്. അതുകൊണ്ട് തന്നെ 8:30ക്കാണ് കട ഓപ്പൺ ചെയ്തത്. അപ്പോൾ തന്നെ സ്കൂട്ടി കിട്ടിയായിരുന്നു. അവിടുന്ന് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സെൻട്രൽ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് CPWയുടെ ഹോളിഡേ ഹോംസിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. അവിടുന്ന് ഫ്രഷ് ചെയ്തിട്ട് യാത്ര ആരംഭിക്കാമെന്ന് കരുതി. അത്യാവശ്യം നല്ല വൃത്തിയുള്ളതും നല്ല സൗകര്യമുള്ള AC റൂമായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫിനെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം റൂം എടുക്കാവുന്നതാണ്. ഈ ഗസ്റ്റ് ഹൗസ് മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരെയാണ്. വളരെ വിശാലമായ റൂം തന്നെയായിരുന്നു. വസു കയറിയ പാടെ ഞങ്ങൾ കതക് തുറന്നു തന്നു. അത് നേരത്തെ അതിനുള്ളിൽ കയറിയായിരുന്നു. TV ഉണ്ടെങ്കിൽ അത് വർക്കിംഗ് ആയിരുന്നില്ല. പക്ഷേ റൂം വളരെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷായി അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആദ്യത്തെ സ്ഥലം മൈസൂർ പാലസ് ആയിരുന്നു. ഒന്നാമത്തെ സ്ഥലം അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. മൈസൂർ പാലസിൻ്റെ എൻട്രി ടൈം പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. എൻട്രി ഫീ വരുന്നത് 120 രൂപയാണ് ഒരാൾക്ക്. ഞങ്ങൾ കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ മൈസൂർ പാലസ് കവാടത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ വളരെ അതിമനോഹരമായ ഒരു കൊട്ടാരം. അവിടുന്ന് ഞങ്ങൾ അടുത്തതായി പോയത് ജയൻ മോഹൻ ആർട്ട് ഗാലറിയിലേക്കാണ്. 750 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പാലസിൽ നിന്ന്. അവിടെ എൻട്രി ടൈം രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. എൻട്രി ഫീസ് എന്ന് പറയുന്നത് 60 രൂപയാണ്. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ അലൗഡ് അല്ല, അതുകൊണ്ട് അധികം ഫോട്ടോ ഒന്നും എടുത്തില്ല. പിന്നെ അതിനുശേഷം അതിനടുത്തുള്ള ലോകരഞ്ജൻ അണ്ടർ വാട്ടർ സൂവിലേക്കാണ് പോയത്. ആർട്ട് ഗാലറിയിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ഈ അണ്ടർ വാട്ടർ സൂ ഉള്ളത്. അക്യൂരത്തിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. അക്യൂരത്തിൻ്റെ വിസിറ്റിംഗ് ടൈം രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. അവിടെ എൻട്രി ഫീ ആയിട്ട് ഉള്ളത് 299 രൂപയാണ് ഒരു പേഴ്സണ്. അക്യൂരം കൂടാതെ അതിനോട് ചേർന്ന് തന്നെ സ്നോ പാർക്ക്, അങ്ങനെ 1-2 കാണാനുള്ള സ്ഥലങ്ങൾ കൂടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അക്യൂരം മാത്രമേ വിസിറ്റ് ചെയ്തുള്ളൂ. അത് തന്നെ കാണാൻ 1 മണിക്കൂറോളം സമയമെടുത്തു. മീനിനെയൊക്കെ കണ്ടപ്പോൾ വസു ഭയങ്കര ഹാപ്പിയായി.
അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് മൈസൂർ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള റീജിയണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ചെറിയൊരു ഗാലറിയിലേക്കാണ്. അവിടെ തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. എൻട്രി ഫീ പ്രത്യേകിച്ചൊന്നുമില്ല. വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അടുത്തതായി ഞങ്ങൾ പോയത് മെലഡി വാക്സ് മ്യൂസിയം. അവിടെ എൻട്രി ടൈം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7:30 വരെയാണ്. എൻട്രി ഫീസ് എന്ന് പറയുന്നത് അവിടെ പലതരം കോംബോയിലുള്ള ചാർജുകളാണ്. വാക്സ് മ്യൂസിയത്തിനുള്ളിൽ തന്നെ മിറർ മേസ് എന്ന് പറഞ്ഞിട്ടുള്ള റൂമുണ്ട്. അതിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. അല്ലെങ്കിൽ കോംബോ ചാർജായിട്ടും അതിൽ ഉൾപ്പെടുന്നതാണ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും ചുമ്മാ കയറി കുറച്ച് വീഡിയോ എടുത്തു. അവിടെ നിന്ന് പോയത് അതേ റൂട്ടിൽ തന്നെയുള്ള സീഷെൽ മ്യൂസിയത്തിലേക്കാണ്. എൻട്രി ഫീ 60 രൂപയാണ് കേട്ടോ. അവിടെ എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. സീഷെല്ലിൽ തീർത്ത കുറേ രൂപങ്ങളും കുറേ പക്ഷികൾ അങ്ങനെയുള്ള കുറേ ബിംബങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രസമായിരുന്നു അതെല്ലാം കാണാൻ. അതിനുശേഷം അതിന് നേരെ എതിർഭാഗത്തുള്ള സാൻഡ് മ്യൂസിയത്തിലേക്കാണ് ചെന്നത്. അവിടെയും എൻട്രി ഫീ 60 രൂപ തന്നെയായിരുന്നു. അവിടെ മഡിൽ കുറേ ചിത്രങ്ങളുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചിത്രങ്ങളുണ്ടായിരുന്നു. വളരെ അതിമനോഹരമായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ചാമുണ്ടേശ്വരി ടെമ്പിൾ വിസിറ്റിനും വരുന്ന വഴി സൺസെറ്റ് വ്യൂ കാണാനും കൂടിയായിരുന്നു. സാൻഡ് മ്യൂസിയത്തിൽ നിന്ന് 7 കിലോമീറ്റർ ഉണ്ട്. ഹിൽ ഏരിയയാണ്. പോകുന്ന വഴി വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു. വൈകുന്നേരം അമ്പലം തുറക്കുന്നത് 3:30 മുതൽ 6 മണി വരെയാണ്. അതിനുശേഷം വൈകിട്ട് 7:30 മുതൽ 9 മണി വരെയും തുറക്കുന്നതായിരിക്കും. തിരിച്ചു വരുമ്പോൾ എടുത്ത സൺസെറ്റ് വ്യൂ പോയിൻ്റ് എന്നെടുത്ത സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. അതിനുശേഷം മൈസൂർ പാലസിലെ ഇല്ലുമിനേഷൻ ഷോയ്ക്കായിട്ട് ഞങ്ങൾ മൈസൂർ പാലസിലേക്ക് ചെന്നു. അവിടെ ഇല്ലുമിനേഷൻ ഷോയ്ക്ക് മാത്രം 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭമായിരുന്നു ഈ ഇല്ലുമിനേഷൻ ഷോ എന്നുള്ളത്. ഇതിൻ്റെ സമയം വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയാണ്. 7 മണിക്ക് തന്നെ എൻട്രി ഉണ്ട്. 8 മണിക്ക് 5 മിനിറ്റ് മുന്നേ ആയിരിക്കും ഇല്ലുമിനേഷൻ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ അവർ ഈ കൊട്ടാരത്തിൻ്റെ ഹിസ്റ്ററി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. ഇതോടെ ഞങ്ങളുടെ 1ാം ദിവസത്തെ ട്രിപ്പ് ഓവർ. അടുത്തത് 2ാം ദിവസത്തിലേക്കുള്ള ട്രിപ്പാണ്. ശ്രീരംഗപട്ടണത്തിലേക്കാണ് 2ാം ദിവസത്തെ യാത്ര. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബസ് ഒറ്റയ്ക്ക് തന്നെ കഴിച്ചായിരുന്നു. ശ്രീരംഗപട്ടണം പോകുന്ന വഴിക്ക് തന്നെയാണ് ബൃന്ദാവൻ ഗാർഡനും അവിടെയുള്ള ഡാമും. പക്ഷെ ഞങ്ങൾക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോയില്ല. ഇവിടുത്തെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് ആണ്. ഇവിടെയുള്ള എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഓൺലൈൻ ടിക്കറ്റ് 20 രൂപ ഫീസ് അടച്ച് എൻട്രി കിട്ടുന്നതായിരിക്കും.
അവിടെ നിന്ന് പോയത് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഗുംബസ് ബറിയൽ ചേംബറിലേക്കാണ്. ഇവിടെയാണ് ടിപ്പു സുൽത്താൻ്റെയും ടിപ്പു സുൽത്താൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും സമാധി ഉള്ളത്. അത് വളരെ നന്നായി അവിടുത്തെ ജീവനക്കാർ പരിപാലിച്ചു പോരുന്നു. കൂടാതെ ടിപ്പുവിൻ്റെ ഫാമിലിയിൽപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ഖബറും ഇതിനു ചുറ്റുമുണ്ട്. അവിടെ നിന്ന് അടുത്തായി പോയത് അതേ വഴിയിൽ 1 കിലോമീറ്റർ കൂടെ പോയാൽ ത്രിവേണി സംഗമം, കാവേരി ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ ത്രിവേണി സംഗമത്തിലുള്ള നദികൾ കാവേരി, ഹേമാവതി, ലോകഭവാനി എന്നുള്ള 3 നദികൾ ചേർന്നതാണ്. ശ്രീരംഗപട്ടണം ബസ് സ്റ്റാൻഡിൻ്റെ അരികിലൂടെ പോകുന്ന റോഡ് വഴി പോയാൽ ടിപ്പു സുൽത്താൻ്റെ കോട്ടകളുടെ ശിലാഫലകങ്ങൾ കാണാവുന്നതാണ്. ആദ്യമായി ഞങ്ങൾ സന്ദർശിച്ച സ്ഥലം ജുമാ മസ്ജിദായിരുന്നു. ആ വഴി തന്നെ പോയാൽ നമുക്ക് രംഗനാഥ സ്വാമി ടെമ്പിളിൽ കയറാം. അതിനോട് ചേർന്ന് തന്നെ ടിപ്പു സുൽത്താൻ്റെ ബാക്കി സ്ഥലങ്ങൾ കാണാവുന്നതാണ്. ഇതാണ് നമ്മൾ കുറേ വായിച്ച് കേട്ടിട്ടുള്ള കേണൽ ബെയ്ലി തുറങ്ക് ജയിൽ. പോകുന്ന വഴിക്ക് തന്നെ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലം കൂടെ കാണാൻ കഴിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ നേരെ ചെന്നത് കഴിഞ്ഞ വർഷം മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള പയന കാർ മ്യൂസിയത്തിലേക്കാണ്. പുതുതായി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. എൻട്രി ഫീസ് 50 രൂപയാണ് അവിടെ ഈടാക്കുന്നത്. പിന്നെ അവിടെ നേരെ ചെന്നത് സെൻറ്റ് ഫിലോമിന കത്തീഡ്രൽ ചർച്ചാണ്. വലിയൊരു ചർച്ചാണ്, കാണാൻ അതിമനോഹരമായിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കയറിയില്ലെങ്കിലും പുറത്തുനിന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചെന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയുള്ള റെയിൽ മ്യൂസിയത്തിലേക്കാണ്. മൈസൂർ സുവോളജിക്കൽ പാർക്കും ഈ റെയിൽ മ്യൂസിയവും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവധിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബുധനാഴ്ച ഈ 2 സ്ഥലവും തിരഞ്ഞെടുത്തത്. 50 രൂപയാണ് എൻട്രി ഫീ.
റെയിൽ മ്യൂസിയം കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്തതായി പോയത് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡനാണ്. സൂവിലേക്കുള്ള എൻട്രി ടിക്കറ്റിന് ഒരാൾക്ക് 100 രൂപയാണ്. 3.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സൂ ഉള്ളത്. അതുകൊണ്ട് തന്നെ നടന്ന് കാണുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബാറ്ററി കാറാണ് ചൂസ് ചെയ്തത്. ബാറ്ററി കാറിന് ഒരാൾക്ക് 200 രൂപയാണ് ചാർജ്. അതുകൊണ്ട് തന്നെ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് സൂ മുഴുവൻ ചുറ്റിക്കാണാൻ പറ്റിയായിരുന്നു. നിറയെ പക്ഷികളും മൃഗങ്ങളും ഉള്ള വലിയൊരു സൂ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ നിറയൊരു അനുഭവമായിരിക്കും ഈ സൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ. 5:30 മണിയാകുമ്പോഴത്തേനും ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഒരു മൈസൂർ പാക്കിൻ്റെ ഫാക്ടറിയിലായിരുന്നു. അവിടെ തന്നെ തയ്യാറാക്കുന്ന വിവിധ തരത്തിലുള്ള മൈസൂർ പാക്കുകളിൽ നിന്ന് കുറച്ച് മാത്രം പർച്ചേസ് ചെയ്തായിരുന്നു. വില കുറച്ച് അധികമാണ്, എന്നാലും വളരെ ടേസ്റ്റുള്ള മൈസൂർ പാക്കുകൾ തന്നെയായിരുന്നു. ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പുകൾ അവസാനിക്കുകയാണ്. നല്ലൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഈ 2 ദിവസത്തെ ടൂറ്. നിങ്ങൾക്ക് 3 ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ സ്ഥലങ്ങൾ കൂടാതെ വൃന്ദാവൻ ഗാർഡനും ടൗണിനടുത്തുള്ള കരഞ്ചി ലേക്കും അതുകൂടാതെ ലളിത മഹലും കൂടെ പോകാവുന്നതാണ്. എന്തായാലും വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഗുഡ് ബൈ.